ഹായ് ഫ്രണ്ട്സ്, സാബിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് റിലീസ് ചെയ്ത സിനിമകളും സീരീസുകളും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് നാളെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ജൂലൈ മാസം 11 തീയതിയാണെന്ന്. അപ്പോൾ നാളെ ജൂലൈ മാസം 12 തീയതിയാണ് ഇന്ത്യൻ 2 നാളെ തിയേറ്റർ റിലീസ് ചെയ്യാണ്. രാവിലെ 7:30 ഷോയ്ക്കാണ് പോകുന്നത്. കണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. രാവിലെ ഒരു 11:30-ക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ നോക്കാം. അതിൽ ഒന്നാമത്തത് ഒരു സീരീസ് ആണ്. ദ ലെജൻഡ് ഓഫ് ഹനുമാൻ എന്നാണ് സീരീസിന്റെ പേര്. ആനിമേഷൻ സീരീസ് ആണ്. 4ാമത്തെ സീസൺ ആണ്. അപ്പോൾ ഈ ഒരു സീരീസ് തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. 7 എപ്പിസോഡുകൾ അടങ്ങുന്ന സീരീസ് ആണ്. അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ബൈക്ക് റൈഡേഴ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ഇപ്പോൾ മുതൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഡീറ്റെയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ എക്സോസിസം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയും ഇംഗ്ലീഷ് ഭാഷയിൽ ഡീറ്റെയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ്. ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. പ്ലോട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ETV വിൻ വഴിയാണ് ഈ ഒരു സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ഹൊറർ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇന്തോനേഷ്യൻ മൂവിയാണ്. കുയാങ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കുയാങ് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ ഇന്തോനേഷ്യൻ ഭാഷയിൽ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഒരു സീരീസ് ആണ്. 36 Days എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഒരു ഹിന്ദി സീരീസ് ആണ്. ശരിക്കും ഈ സിനിമ ഈ ഒരു സീരീസ് നാളെ 12 തീയതി റിലീസ് ചെയ്യേണ്ടതാണ് സോണി ലീവ് വഴി. തന്നെ ഇന്ന് ഈവനിങ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു ഈ സീരീസ് എന്തായാലും സോണി ലീവിലായതുകൊണ്ട് ഒരു ദിവസം മുമ്പേ തന്നെ റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. സോണി ലീവിലായതുകൊണ്ട് തന്നെ ഈ ഒരു സീരീസ് ഹിന്ദി ഭാഷയിൽ മാത്രമല്ല റിലീസ് ചെയ്തിട്ടുള്ളത്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ബംഗാളി, മറാഠി ഭാഷകളായിട്ടാണ് ഈ ഒരു സീരീസ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ഒരു മലയാള സിനിമയുടെ തെലുങ്ക് ഡബ്ഡ് വേർഷനാണ്. ധൂം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നമ്മുടെ ഫഹദ് ഫാസിൽ പ്രധാന വേഷം കൈകാര്യ സിനിമയായിരുന്നു. ആഹാ തെലുങ്ക് വഴിയാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഇന്ന് ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുള്ളത്. ജൂലൈ മാസം 11 തീയതി റിലീസ് ചെയ്തായിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് നാളെ ജൂലൈ മാസം 12 തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ നോക്കാം. അതിൽ ഒന്നാമത്തത് ഒരു കോമഡി ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. കക്കുട എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. C5 വഴിയാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. സോനാക്ഷി സിൻഹയൊക്കെ പ്രധാന വേഷം കൈകാര്യ സിനിമയാണ്. ഓക്കെ, അടുത്തത് ഒരു ആക്ഷൻ ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഫാസ്റ്റ് ചാർലി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസ് വഴിയാണ് ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ചിലപ്പോൾ മൾട്ടി ഭാഷയിലും മൾട്ടി ലാംഗ്വേജിലും ഈ സിനിമ റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അടുത്ത റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ജിലേബി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴി ഇന്ന് രാത്രി 12 ശേഷം ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. നമ്മുടെ വിജയ് സേതുപതിയുടെ മഹാരാജ എന്ന സിനിമ. ഈ ഒരു സിനിമ തിയേറ്ററിൽ 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. നെറ്റ്ഫ്ലിക്സ് വഴി ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു സയൻസ് ഫിക്ഷൻ ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ്. ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. മീ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ നാളെ ഉച്ചയോടുകൂടി ഒരു സിനിമ ആപ്പിൾ TV+ൽ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു തമിഴ് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. പകലരിയ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. വെട്രി പ്രധാന വേഷം കൈകാര്യ സിനിമയാണ്. സിംപ്ലി സൗത്തിൽ, അതായത് ഓവർസീസ് OTT പ്ലാറ്റ്ഫോമായ സിംപ്ലി സൗത്തിൽ ഇതിനു മുമ്പേ തന്നെ ഈ സിനിമ റിലീസ് ചെയ്തിരുന്നു. ആഹാ തമിഴ് വഴി ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു മെഡിക്കൽ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ്. ഹിന്ദി സീരീസ് ആണ്. പിൽ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഹിന്ദി ഭാഷയിൽ ഈ ഒരു സീരീസ് ജിയോ സിനിമ വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മൾട്ടി ലാംഗ്വേജിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ഒരു സീരീസ് തന്നെയാണ്. ഹിന്ദി സീരീസ് തന്നെയാണ്. ഇമ്രാഷ്മി പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഷോർട്ട് ടൈം എന്നാണ് ഈ ഡ്രാമ സീരീസിന്റെ പേര് വരുന്നത്. ഒന്നാമത്തെ സീസണിന്റെ പാർട്ട് 1 ഇതിന് മുമ്പേ തന്നെ റിലീസ് ചെയ്തിരുന്നു. പാർട്ട് 2 ആണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഇന്ന് രാത്രി 12 ശേഷം ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ബംഗാളി, മറാഠി ഭാഷകളായിട്ട് ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സീരീസ് ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ ഒരാഴ്ചത്തെ ഒരേ ഒരു മലയാള സിനിമയാണ് അടുത്തത്. മന്ദാകിനി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അൽത്താഫ്, അതുപോലെ തന്നെ അനാൽക്കരി മരക്കാറൊക്കെ പ്രധാന വേഷം കൈകാര്യ സിനിമയായിരുന്നു. കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സിനിമ മാക്സ് വഴി ഇന്ന് രാത്രി 12 ശേഷം മലയാള ഭാഷയിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു മലയാള സിനിമ മാത്രമേ ഈ ഒരാഴ്ച റിലീസ് ചെയ്യുന്നുള്ളൂ. വേറെ ഏതെങ്കിലും റിലീസുകൾ ഉണ്ടോ എന്നുള്ളത്, ആമസോൺ പ്രൈമിൽ ഏതെങ്കിലും സർപ്രൈസുകൾ വരുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഒരു സർപ്രൈസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ആമസോൺ പ്രൈമിൽ. ഓക്കെ, അപ്പം ഇത്രയും സിനിമകൾ സീരീസുകളാണ് ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ട്
കാണാനായിട്ടുള്ളത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇന്നൊരു സിനിമ, അതായത് ഒരു തെലുങ്ക് സിനിമ, ആഹാ തെലുങ്ക് വഴി ഹരോം ഹര പറഞ്ഞൊരു തെലുങ്ക് സിനിമ ഇന്ന് റിലീസ് ചെയ്യുന്നുള്ളത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു. അവർ ഒഫീഷ്യലായിട്ട് ഡേറ്റ് കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. കണ്ടിട്ടില്ല ഈ ഒരു സിനിമ, ആഹാ തെലുങ്കിൽ റിലീസ് ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. എൻ്റെ മിസ്റ്റേക്ക് ആണോ എന്നറിയില്ല. ആ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നു. ഈ ലിസ്റ്റിലേക്ക് സിനിമകൾക്കാണ്, സീരീസുകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ പിന്നെ ഇന്ത്യൻ 2 എന്ന സിനിമയുടെ റിവ്യൂ ആയിട്ട് നാളെ രാവിലെ 11-11:30 ആകുമ്പോൾ നിങ്ങൾക്ക് മുന്നിൽ എത്താൻ ശ്രമിക്കുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.